ഹലോ ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിഗ്നോമെട്രിയുടെ ബേസ് പറഞ്ഞു അല്ലേ. നമ്മൾ 10th പഠിച്ചിരുന്ന പോർഷൻസിനെ കുറിച്ച് ഒന്ന് റിവൈസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആംഗിളിന് 2 യൂണിറ്റ് ആണുള്ളത്, ഡിഗ്രി റേഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിനെക്കുറിച്ചും അവർ തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞു. എന്നിട്ട് നമ്മൾ 2 എക്സാമ്പിൾ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിലെ അടുത്ത ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് അടുത്ത ടോപ്പിക്. അപ്പോൾ ടോപ്പിക് ആയിട്ട് നല്ല ടെക്സ്റ്റ് അങ്ങനെ ഒരു ടൈറ്റിൽ ആയിട്ടൊന്നും ഇല്ല കേട്ടോ, കാര്യം മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു സർക്കിൾ, ഈ സർക്കിളിന്റെ റേഡിയസ് R നിൽക്കുന്ന റേഡിയസ്, ഈ സർക്കിളിലെ ഒരു പോർഷൻ ഞാൻ കട്ട് ചെയ്തു, ഇത്രയും ലെങ്ത് പോർഷൻ കട്ട് ചെയ്തു. ഇതിനെ പറയുന്ന പേരാണ് സെക്ടർ അല്ലേ. ഈ കട്ട് ചെയ്ത ഈ ലെങ്തിന് ഞാൻ എഗ് കൊടുക്കും. ഓക്കെ, ഇതുണ്ടാക്കുന്ന ഈ ആംഗിൾ തീറ്റ. അതായത് എന്താ ചെയ്തത്, ഒരു സെക്ടർ എടുത്തു, സെക്ടറിന്റെ ഹാഫ് ലെങ്ത് എല്ലും അതേപോലെ തന്നെ റേഡിയസ് ആവും, ഇതുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ. അങ്ങനെയാണെങ്കിൽ L = R. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് റേഡിയനിലുള്ള മെഷർമെന്റ് ആണ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്രിയിലുള്ള മെഷർമെന്റ് ആയിട്ട് പാടില്ല. ഓക്കെ അല്ലേ. അത് ഇക്വേഷൻ നോക്കാൻ വേണ്ടി ആലോചിക്കുക. എല്ലാവരും തീറ്റ, L = R തീറ്റ, L ആരും തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും പ്രോബ്ലം നോക്കാം. എക്സാമ്പിൾ 3 എന്താ പറഞ്ഞേക്കുന്നത്? Find the radius of a circle in which a center angle of 60 degree intersect an arc of length 37.4 cm. Use I = 22/7. സോ നമുക്കിവിടെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആർക്കിന്റെ ലെങ്ത് നമുക്ക് 37.4 സെന്റിമീറ്റർ പറഞ്ഞിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് 60 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു L = R തീറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിൽ തീറ്റന്റെ വാല്യൂ എടുക്കുന്നത് എന്തായിരിക്കണം, L = R തീറ്റ. തീറ്റന്റെ വാല്യൂ എടുക്കുന്നത് റേഡിയനിലുള്ളതായിരിക്കണം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഡിഗ്രിയിലുള്ള വാല്യൂവിനെ റേഡിയനിൽ കാണിക്കണം. സോ 60 × 180/5 ആണോ, അതോ 5/180? 5/180. കാരണം എന്താണ്, 5 ന്യൂമറേറ്ററിലാണ് നമുക്ക് വേണ്ടതില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കട്ട് ചെയ്യുമ്പോൾ 5/3 ഇല്ല, 5/3 റേഡിയൻ. അപ്പോൾ ഇനി നമുക്ക് R ആണല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. R = L/θ. സോ 37.4 divided by 5/3 is equal to 37.4 divided by 5 എന്ന് പറയുന്നത് 22/7 യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബൈ 7 പിന്നെ ഓൾറെഡി 3 ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിലോട്ട് പോയിട്ട് 37.4 × 3 × 7 divided by 22. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മടി കൊണ്ടാണ് ഞാൻ പ്രശ്നം നോക്കുന്നത് കേട്ടോ. നിങ്ങൾ ചെയ്യണേ. ഇങ്ങനത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 35.7 കിട്ടും. സോ ആൻസർ 35.7 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് എന്ത്, റേഡിയസ്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചേക്കുന്നത്, ഒരു സെക്ടറിന് അത് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയും അതിന്റെ റേഡിയസ് ആവും, അതിന്റെ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണെങ്കിൽ L = R തീറ്റ. ഓക്കെ, അതിലേക്ക് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം ചെയ്യും. അപ്പോൾ ഇനി എന്തായാലും അടുത്ത പ്രോബ്ലം നോക്കാം. The minute hand of a watch is 1.4 centimeters, so 1.5 centimeter long. How far does it move in 40 minutes? അപ്പോൾ നമ്മുടെ വാച്ചിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, മിനിറ്റ് ഹാൻഡ് ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഹവർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു മിനിറ്റ് ഹാൻഡിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു മിനിറ്റ് ഹാൻഡ് കാണും. അപ്പോൾ ഇവിടെ നമ്മൾ 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട് അല്ലേ. ഇത് ഇവിടെ ലെങ്ത് തൽക്കാലം ഇങ്ങനെ അറിയാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കുഞ്ഞു സർക്കിൾ മൈൻഡിൽ വെച്ചാൽ മതി. കുഞ്ഞു സർക്കിളാണ് ഇത് വിചാരിച്ചാൽ മതി. എന്നിട്ട് അതായത് ഇതാണ് വാച്ച്. മിനിറ്റ് ഹാൻഡ് ഓടുന്നത് കുറച്ചും കൂടി ചെറുതായിട്ട് ഓടും. അപ്പോൾ അത് ഇതിനാ സർക്കിളാണ് മാർക്ക് കൊടുത്തത് മറ്റേ കേട്ടോ. ആ മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് ആണ് ഓടിക്കുന്നത്. എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, മിനിറ്റ് ഹാൻഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 1. പിന്നെ 40 മിനിറ്റ്. അപ്പോൾ 40 മിനിറ്റ് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി വരണ്ടല്ലേ. ഇതാണ് ആംഗിൾ 40 മിനിറ്റ്. അപ്പൊ ആദ്യം ആ ആംഗിൾ എന്താ നമുക്ക് കിട്ടണം, എന്നാലേ നമുക്ക് എന്ത് കിട്ടാൻ പറ്റുള്ളൂ, ഇത് പാസ് ചെയ്ത ദൂരം കിട്ടുള്ളൂ അല്ലേ. സോ അപ്പോൾ ഈ മിനിറ്റ് ഹാൻഡ് പാസ് ചെയ്തിരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ആർട്ട് ലെങ്തായിരിക്കും വരുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ആംഗിൾ കിട്ടണം. നമുക്കറിയാം ടോട്ടൽ ഒരു പോയിന്റിന് ചുറ്റും 360 ഡിഗ്രി ആണല്ലോ. ഈ 360 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്യാണ്, 12 ആയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, 12 ആയിട്ട് കട്ട് ചെയ്യും. അങ്ങനെ 12 ആയിട്ട് നമ്മുടെ കട്ട് ചെയ്യും. അങ്ങനെ 12 ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 360
ബൈ 12. ഇതായിരിക്കും എന്തുണ്ടായിട്ടുണ്ടാവുക, 5 മിനിറ്റിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ അടുത്തത് 12 നോക്കണ്ട, നമ്മൾ 60 ഓരോ സെക്കൻഡിന്റെ കൊടുത്താൽ മതി, ഓരോ മിനിറ്റിന്റെ കൊടുത്താൽ മതി. ഒരു മിനിറ്റ് നമ്മൾ ടോട്ടൽ എത്ര മിനിറ്റ്, 60 മിനിറ്റ്. സോ 60 പറ്റും. ഓക്കെ, സോ ഇത്രയും ഡിഗ്രി വരുമ്പോൾ, അതായത് സോറി 60 കട്ട് ചെയ്യാൻ 4 ഡിഗ്രിന്റെ ആവശ്യം. അപ്പൊ എത്രയും 6 ഡിഗ്രി ആണ് എന്ത് ഒരു മിനിറ്റിൽ. ഓക്കെ, ഒരു മിനിറ്റിൽ 6 ഡിഗ്രി. അങ്ങനെ 40 മിനിറ്റ് ആകുമ്പോൾ 6 ഇൻറ്റു ആംഗിൾ അത്രയും 40 ഇൻറ്റു 6 ഡിഗ്രി, 240 ഡിഗ്രി. അതാണ് നമ്മുടെ ഡിഗ്രി മെഷർമെന്റ് വാല്യൂ. നമുക്ക് ഇവിടെ വേണ്ടത് ആർക്കിലോമീറ്റർ ആകുമ്പോൾ ഡിഗ്രിയിലുള്ള വാല്യൂ അല്ല, നമുക്ക് വേണ്ടത് എന്താണ്, റേഡിയനുള്ള വാല്യൂ ആണ്. സോ 240 ഇൻറ്റു റേഡിയൻ അതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 5/180 അല്ലേ, ഈക്വൽ ടു 240 ഡിഗ്രി ഈക്വൽ ടു ചെയ്യുമ്പോൾ 4/5/3 റേഡിയൻ വരും. ഇനി പിന്നെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്, 3.14 യൂസ് ചെയ്യാൻ പറ്റില്ല അതിന്റെ വാല്യൂ. സോ L equal to 1.5 into 4/5/2 is equal to 1.5 into 4 into 5 value 3.14 divided by 3. Calculate here, calculate ചെയ്ത് നോക്കണം. അപ്പോൾ 6.28 ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ അല്ലേ, കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്ത് എക്സ്പ്ലേസ് കേട്ടോ. Fifth എന്താ പറഞ്ഞിരിക്കുന്നത്, if the arc of the same length in two circles subtended an angle of 65 degree 110 degree at center, find the ratio of their radii. രണ്ട് ആർക്ക് ലെങ്ത് സെയിം ആണ്. ഓക്കെ, രണ്ട് ആർക്ക് ഉണ്ട്, ആർക്കിന്റെ ലെങ്ത് സെയിം ആണ്. അവരുണ്ടാക്കുന്ന റേഡിയസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരെണ്ണം ഉണ്ടാക്കുന്നത് 60 ഡിഗ്രിയും ഒരെണ്ണം ഉണ്ടാക്കുന്നത് 110 ഡിഗ്രിയും. 110 ഡിഗ്രിയും മറ്റത് 65 ഡിഗ്രി. എന്നിട്ട് ആർക്കിന്റെ ലെങ്ത് നമ്മളോട് സെയിം ആണ്. റേഡിയസുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്കറിയാം L1 എന്ന് പറയുന്നത് L2 രണ്ടെണ്ണം ഉണ്ടായില്ല, അത് രണ്ടും ഈക്വൽ ആയിട്ട് L. ഓക്കെ, പിന്നെ R1 R2 ഹീറ്റിന്റെ വാല്യൂ കൂടി തന്നിട്ടുണ്ട്. സോ L equal to R theta. So R equal to L by theta. So R1 by R2 അത് തമ്മിൽ റേഷ്യോ ഉണ്ട്, ഈക്വൽ ആണല്ലോ അല്ലെ. Lന്റെ വാല്യൂ θ1 whole divided by L by θ2. So ഇവിടെ Lലും Lലും കട്ടായി L by θ1 into θ2 divided by θ. So L Lലും കട്ടായി θ2 divided by θ. ഇവിടെ നമുക്ക് θ2 divided by θ1 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ റേഡിയനിലോട്ട് മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം റേഡിയനിലോട്ട് മാറ്റാണെങ്കിൽ നമുക്ക് എന്താ വരിക, ഇവിടെ ഇപ്പോൾ θ2 എന്ന് പറയുന്നത് 65, നമ്മുടെ θ1 θ2 എന്ന് പറയുന്നത് 110 divided by 65. അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തത്, ഇവിടെയൊക്കെ നമുക്ക് ഇതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും 5/188 മൾട്ടിപ്ലൈ, ഇവിടെ 5/188 മൾട്ടിപ്ലൈ അത് കട്ടായി പോകും. സോ അപ്പോൾ നമുക്ക് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും ഡയറക്റ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും റേഷ്യോ ആണല്ലോ ക്വസ്റ്റ്യൻ, കട്ടായി പോകും. ഓക്കെ, സോ 13 വരും 22 അല്ല 22. ഓക്കെ അല്ല, ഇതാണ് റേഷ്യോ 22:13. ഓക്കെ, അപ്പോൾ എക്സസൈസ് ആണ് അടുത്തത് വരുന്നത്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ അല്ലേ. എന്നാൽ ബൈ, താങ്ക് യു.